റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ 11ാം ഭാഗം. എങ്കിൽ വാ. രാമും വെട്രിയും ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് നടന്നു. അവരിരുവരും എന്തോ കുശൂഷിച്ച ശേഷം താഴേക്ക് പോകുന്നത് രേഷ്മ ഇടങ്ങനിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പാവങ്ങൾ ATM-ൽ പോകുമായിരിക്കും, അവളത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വാ പൊത്തി ചിരിച്ചു. രാമും വെട്രിയും കൂടി താഴേക്കെത്തുമ്പോൾ കാർത്തിക്കും അരുണും റിസപ്ഷനിൽ നിന്നും ക്യാമറയും വാങ്ങി മുകളിലേക്ക് കയറി വരുന്നത് കണ്ടു. ക്യാമറ കിട്ടിയോ? റാം അവരെ കണ്ടതും ചോദിച്ചു. എന്നാ പറയണ മച്ച, ആ പെണ്ണിന്റെ അഹങ്കാരമേ. ക്ലോക്കിൽ കൃത്യം 9:30 അവൾ ക്യാമറ തന്നത്. അത് പറഞ്ഞിട്ട് അവന്മാർ മുകളിലേക്ക് കയറിപ്പോയി. വെട്രിയെയും റാമിനെയും കണ്ടതും ആനന്ദി ടേബിളിലേക്ക് മറ്റൊരു ക്യാമറയും അതിന്റെ ബാഗും എടുത്തു വെച്ചു. എങ്കിൽ പിന്നെ ക്യാമറ വാങ്ങിയേക്കാം. വെട്രി അവക്കറിയിലേക്ക് ചെന്നു. രജിസ്റ്ററിൽ പേരെഴുതി ക്യാമറ ബാഗുമായി ഇരുവരും ഡാൻസ് അക്കാദമിയിലേക്കുള്ള പടികൾ കയറിപ്പോയി. ക്ലാസ് തുടങ്ങിയിട്ട് അത്രയും ദിവസമായെങ്കിലും ഡാൻസ് അക്കാദമിയുടെ കെട്ടിടത്തിന്റെ പരിസരവും അവിടുത്തെ അന്തരീക്ഷവും വെട്രിക്കും റാമിനും പുതിയതായിരുന്നു. ക്ലാസുകളുടെ വരാന്തയിലൂടെ ഡാൻസ് അക്കാദമി യൂണിഫോം ധരിച്ച് ചിലങ്ക കെട്ടിയ നർത്തകിമാർ തേരാപ്പാര നടന്നുകൊണ്ടിരുന്നു. ചില ക്ലാസുകളിൽ നിന്നും ക്ലാസിക് ഡാൻസ് പഠിക്കുന്നതിന്റെ താളവും മറ്റും ഇടയ്ക്കിടെ ഉയർന്നു കേട്ടു. ഇതിപ്പോ എങ്ങനെ കയറി മുട്ടുക? റാം ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കിയിട്ട് വെട്രിയോട് ചോദിച്ചു. മച്ച, ഇത്രയും കിടിലൻ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ കോളേജിലുണ്ടായിരുന്നോ? അതെങ്ങനാ? ലഞ്ച് ബ്രേക്ക് ടൈമിംഗ് വരെ അവർക്കും നമുക്ക് വ്യത്യാസമല്ലേ? വെട്രി നെടുവീർപ്പെട്ടു. ദേ ആ കൊച്ചു കൊള്ളാം. വരാന്തയുടെ അറ്റത്തുള്ള ഡ്രിങ്കിങ് വാട്ടർ ആപ്പിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് നിന്നിരുന്ന 2 പെൺകുട്ടികളെ കാട്ടി റാം പറഞ്ഞു. ആ ഹൈറ്റുള്ളതല്ലേ? അടിപൊളി. അതല്ല മറ്റേത്. അത് വേണ്ട, ആ ഹൈറ്റുള്ളവൾ മതി. വാ കയറി മുട്ട. റാം നോക്കുമ്പോൾ തോട്ടി പോലെ ഉയരമുള്ളതും മുടി നൂഡിൽസ് പോലെ ചുരുണ്ട് മദാമയെ പോലെ വെളുത്തതുമായ ഒരു പെണ്ണിനെ കണ്ടു. എന്ത് സെൻസാണോ അവൻ്റേത്? റാം അത് സ്വയം പറയുമ്പോഴേക്കും വെട്രി അവർക്കരിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ക്യാമറ ഭാഗമായി അരികിലേക്ക് വന്നെത്തിയ വെട്രിയെ അവരിരുവരും സംശയത്തോടെ നോക്കി. കൂടെ നിന്നിരുന്ന പെൺകുട്ടിക്ക് ഉയരക്കാരിയെ അപേക്ഷിച്ച് നിറം കുറവായിരുന്നുവെങ്കിലും മുഖത്ത് ഒരു പ്രത്യേക ഐശ്വര്യമുണ്ടായിരുന്നു. സ്ക്രീനിൽ വരുമ്പോൾ അത് ഇനിയും കൂടുമെന്ന് റാമിന് ഉറപ്പുണ്ടായിരുന്നു. മൈ നെയിം ഈസ് വെട്രി. ഐ ആം എ DFM സ്റ്റുഡൻറ്. ഞങ്ങളുടെ ഒരു ചെറിയ പ്രൊജക്റ്റിലേക്ക് അഭിനയിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. ജസ്റ്റ് അരമണിക്കൂർ മതിയാവും. ഒറ്റ സീനെ കാണൂ. ഇയാൾക്ക് അഭിനയിക്കാൻ സാധിക്കുമോ? വെട്രി ഉയരക്കാരിയെ നോക്കി ചോദിച്ചു. ഞാനോ? യെസ്. ഏതാ ഒറ്റ സീൻ? പ്രൊപ്പോസൽ സീനാ? ഓക്കെ, നോ പ്രോബ്ലം. ഞങ്ങൾക്കിനി ഉച്ചയ്ക്ക് പ്രാക്ടീസ് ഉള്ളൂ. നമുക്കിപ്പോൾ തന്നെ ഷൂട്ട് ചെയ്താലോ? അവൾ പറഞ്ഞത് കേട്ട് വെട്രിയുടെ മുഖം തെളിഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് റാമിനെ നോക്കി. ഉയരമുള്ള പെൺകുട്ടിയുടെ പേര് ചിങ്കാവി എന്നായിരുന്നു. അവളുടെ കൂട്ടുകാരുടെ പേര് സൗമ്യ എന്നും. വൈകാതെ തന്നെ റാമും വെട്രിയും ചേർന്ന് കോളേജിന് മുന്നിലെ റോഡിൽ ഷൂട്ട് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്തു. ട്രൈപോഡിൽ ക്യാമറ സെറ്റ് ചെയ്യുന്നതും മറ്റും ചിങ്കാവിയും സൗമ്യയും കൗതുകത്തോടെ നോക്കി നിന്നു. റാമായിരുന്നു വെട്രിയുടെ വർക്കിന് ക്യാമറ ചെയ്യുന്നത്. എന്താണ് സീനെന്ന് വെട്രി ചിങ്കാവിക്ക് വീണ്ടും വീണ്ടും വിവരിച്ചു കൊടുത്തു. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചിങ്കാവിയും വെട്രിയും തമ്മിൽ വളരെയേറെ അടുത്തിരുന്നു. ആ കാര്യം റാമിന് സൗമ്യക്കും മനസ്സിലാവുകയും ചെയ്തു. റാം ആ സമയത്ത് തന്റെ വർക്കിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് സൗമ്യയോട് ചോദിച്ചു. താങ്ക് യു ചേട്ടാ, ഞാനിത് എങ്ങനെ ചേട്ടനോട് ചോദിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഇല്ലേ, ചിങ്കാവി ഇന്ന് എന്റെ തലയെടുക്കും. അല്ലെങ്കിൽ തന്നെ വിദേശത്തെ പെണ്ണുങ്ങളുടെ ലുക്കാണ് തനിക്കെന്നും പറഞ്ഞ അവളുടെ നടപ്പ്. തക്കം കിട്ടുമ്പോഴൊക്കെ എന്നെ കറുപ്പമ്മ എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യും. എൻ്റെ വീടിനടുത്ത് അവൾ താമസിക്കുന്നത്. അവൾക്കൊപ്പം നടന്നാൽ ദിവസവും ഫ്രീ ആയിട്ട് അവളുടെ കാറിൽ കോളേജിലേക്ക് വരികയും പോവുകയും ചെയ്യാം. അതാ ഞാനിതൊക്കെ സഹിക്കുന്നത്. സൗമ്യ പറയുന്നത് കേട്ട് റാം ചിരിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ആണുങ്ങളെ വളയ്ക്കുന്നതും ഉപേക്ഷിക്കുന്നതും അവളുടെ പ്രധാന ഹോബി. ജോളിയായി ലൈഫ് ആസ്വദിച്ച് അടിച്ചുപൊളിച്ച് നടക്കുന്ന നല്ല ബ്രാൻഡഡ് ആണുങ്ങളെ കണ്ടാൽ അപ്പോൾ അവൾ വളയ്ക്കും. എന്നിട്ട് അവരെ മടുക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം അവരുടെ സന്തോഷവും ഇല്ലാതാക്കി അവരുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോരും. അതെന്തിനാ? റാം അത്ഭുതത്തോട് ചോദിച്ചു. ചില പെണ്ണുങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് അങ്ങനെയാണ് ചേട്ടാ. ചിങ്കാവിയും ആ ടീമിലുള്ളതാണ്. അല്ല, ഈ ബ്രാൻഡഡ് ആണുങ്ങളെന്ന് വെച്ചാൽ? റാം സംശയത്തോട് ചോദിച്ചു. ആണുങ്ങൾ കെട്ടുന്ന വാച്ച് തൊട്ട് ഇടുന്ന ഇന്നറിന്റെ ബ്രാൻഡ് വരെ സ്കാൻ ചെയ്ത് അവൾ ഒരു കണക്കിടും. 10,000 രൂപയ്ക്ക് മുകളിൽ വന്നാൽ കയറിമുട്ടും. അത് കേട്ടപ്പോൾ റാം ഒന്ന് നെറ്റി ചുളിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിക്കും? വെയിറ്റ്, ഞാൻ ചേട്ടനെ സ്കാൻ ചെയ്ത് ഇപ്പോൾ ചേട്ടന്റെ റേറ്റ് പറയാം. അത് കേട്ടതും റാമിന്റെ വാ തുറന്നുപോയി. ആ സമയത്ത് സൗമ്യ അവനെ അടിമുടി നോക്കിക്കൊണ്ട് എന്തൊക്കെയോ മനക്കണക്ക് കൂട്ടി. പെട്ടെന്ന് എന്തോ സംശയം തോന്നുന്നതുപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി. ചേട്ടൻ ഇട്ടേക്കുന്ന ഇന്നർ ജോക്കിയുടെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലേ? അത് ജെട്ടിയാണോ അതോ ബോക്സറാണോ? അവളുടെ ചോദ്യം കേട്ട് റാം ഞെട്ടലോടെ തന്റെ വാപൊത്തി. ഇതെങ്ങനെ കളറൊക്കെ മനസ്സിലായി? ചേട്ടൻ ഞാൻ ചോദിച്ചത് പറ. അവൾ കണക്കൂട്ടിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയത് മുഴുവിപ്പിക്കാനായി അക്ഷമയോട് ചോദിച്ചു. ജെട്ടി. റാം ചെറിയ ചമ്മരോട് മറുപടി പറഞ്ഞു. 3400. ചേട്ടനെ എന്തായാലും അവൾ നോക്കില്ല, സൗമ്യ ആശ്വാസത്തോടെ പറഞ്ഞു. നീ ആള് കൊള്ളാമല്ലോ. സൗമ്യ ചിരിച്ചുകൊണ്ട് അവനൊരു കണ്ണുടുക്കി കാട്ടി. ചിങ്കാവിയുടെ കൂടെ നിന്ന് പഠിച്ചതാ ഇതൊക്കെ. പിന്നെ വെട്രി ചേട്ടനോട് അവളെ പറ്റി പറഞ്ഞത് ഞാനാണെന്ന് പറയല്ലേ. അതെങ്ങാനും അവൾ അറിഞ്ഞാൽ നാളെ മുതൽ ഞാൻ ബസ്സിൽ തൂങ്ങി വരേണ്ടി വരും. അവൻ അത് കേട്ട് ചിരിച്ചു.
വൈകാതെ വെട്രി ചിങ്കാവിയെ വെച്ചും റാം സൗമ്യയെ വെച്ചും തങ്ങളുടെ വർക്കുകൾ ചെയ്തു തീർത്തു. നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു റാം തന്റെ വർക്ക് ഷൂട്ട് ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ചില ഭിക്ഷക്കാരെയും അവൻ വർക്കിൽ അഭിനയിപ്പിച്ചു. എന്നിട്ട് അവർക്കൊക്കെ ഓരോ പൊതി ബിരിയാണി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. ചിങ്കാവി ക്ലാസ്സിലേക്ക് തിരികെ പോകും മുൻപ് വെട്രിക്ക് തന്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അവരിരുവരും പോയതും റാം വെട്രിയെ ഒന്ന് സ്കാൻ ചെയ്യാൻ ശ്രമിച്ചു. ജീൻസും ഷർട്ടും വാച്ചും സ്കാൻ ചെയ്തപ്പോൾ തന്നെ അവന്റെ റേറ്റ് 10,000 കടന്നു. വെട്രി, നിന്റെ ഇന്നർ ഏതാ ബ്രാൻഡ്, എന്താ അതിന്റെ റേറ്റ്? റാമിന്റെ ചോദ്യം കേട്ട് അവൻ വല്ലാത്ത രീതിയിൽ റാമിനെ നോക്കി. അതിന് ബ്രാൻഡില്ല, കോണകമ്മ. എന്തേ? വെട്രി മറുപടി പറഞ്ഞു. എന്ത് കോണകമാണെങ്കിലും നിന്റെ കാര്യം പോക്ക, റാം ഒരു നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു. റാമും വെട്രിയും കൂടി കോളേജിലേക്കുള്ള ഇടറോഡിലൂടെ നടന്നു വരുമ്പോൾ അല്പം ദൂരെയായി കാർത്തിക് ആനന്ദിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് അവളുടെ ചെകിട്ടത്ത് കൈവളിച്ചടിക്കുന്നത് കണ്ടു. അടിപൊളി, അവൾക്ക് അങ്ങനെ തന്നെ വേണം. ആനന്ദിക്ക് അടികിട്ടുന്നത് കണ്ടതും വെട്രി ആവേശത്തോടെ പറഞ്ഞു. റാം ഒരു നിമിഷം പകച്ചു നിന്നുപോയി. ഡാ വെട്രി, വാ, നമുക്കവനെ പോയി പിടിച്ചു മാറ്റാം, അവന്റെ ഒരു കൈക്കില്ല അവൾ. അത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ റാമിനെ വെട്രി പിടിച്ചു വെച്ചു. നിനക്ക് എന്തിന്റെ കേടാടാ, 2 കിട്ടട്ടെ അവൾക്ക്, അങ്ങനെയെങ്കിലും ഇച്ചിരി അഹങ്കാരം കുറയട്ടെ, അവൻ സന്തോഷത്തോടെ പറഞ്ഞു. റാം നോക്കുമ്പോൾ അടികൊണ്ട് ആനന്ദ് കിതച്ചുകൊണ്ട് സമീപത്തെ മതിലിൽ ചാരി നിൽക്കുകയാണ്. കാർത്തിക് ദേഷ്യം തീരാതെ അവളെയും നോക്കി പല്ല് കടിച്ചുകൊണ്ട് സമീപത്തെ നിൽപ്പുണ്ട്. ഇതേ സമയത്ത് റോഡിലൂടെ ഒരു പോലീസ് വണ്ടി സാവധാനത്തിൽ കടന്നെത്തി. അപ്രതീക്ഷിതമായി പോലീസിനെ കണ്ടതും കാർത്തിക് പെട്ടെന്ന് പരിഭ്രമിച്ചു. പക്ഷെ ആനന്ദി ഒന്നും സംഭവിക്കാത്തതുപോലെ അവന്റെ കാമുകിയെ പോലെ മുഖത്തൊരു പുഞ്ചിരിയുമായി മതിലിൽ ചാരി നിന്നു. ആനന്ദിയുടെ ഇടതു കവിൾത്തടം ചുവന്നു തൊടുത്ത് കാണപ്പെട്ടു. പോലീസ് വണ്ടി കണ്ടതും റോഡിന്റെ ഒരു ഭാഗത്ത് നിന്നിരുന്ന വെട്രിയും റാമും വേഗത്തിൽ ക്യാമറ ഓണാക്കി അതിലെടുത്ത വീഡിയോ പ്ലേ ചെയ്ത് അതും നോക്കി എന്തോ ചർച്ച ചെയ്യുമ്പോൾ നിന്നു. പോലീസ് കാർത്തിക്കിനെയും ആനന്ദിയെയും ഒന്ന് നോക്കിയ ശേഷം മുന്നോട്ട് വന്ന് റാമിൻ്റെയും വെട്രിയുടെയും അരികിൽ ജീപ്പ് ചവിട്ടി നിർത്തി. എന്നടാ ഇங்கே? நத்திங் சார், நாங்கள் அந்த ഫിലിം സ്കൂൾ സ്റ്റുഡൻസ്, പ്രൊജക്റ്റുക്കാக ഫോട്ടോഗ്രാഫി പണിയിട്ട് ഇരിക്കുക, വെട്രി തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. വെട്രിയും റാമിനെയും അടിമുടിയൊന്ന് നോക്കിയ ശേഷം ജീപ്പ് വീണ്ടും മുന്നോട്ട് പോയി. പോലീസ് പോയതും അവരിരുവരും ആനന്ദിയും കാർത്തിക് നിന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കി. അപ്പോൾ അവർ കണ്ട കാഴ്ച ആനന്ദി മുന്നോട്ടാഞ്ഞ് അവന്റെ പാൻസിന്റെ സിബിന്റെ സ്ഥാനത്ത് മുഷ്ടി ചുരുട്ടി ഒരിടി കൊടുക്കുന്നതാണ്. അപ്രതീക്ഷിതമായി കിട്ടിയ ആ ഇടിയിൽ കാർത്തിക് നിലത്ത് നിന്നും ഉയർന്നു ചാടിപ്പോയി. അവൻ തിരികെ ഭൂമിയിൽ കാല് തൊടും മുൻപ് അവന്റെ കഴുത്തിൽ ഇരുവശത്തും ആനന്ദി കൈപ്പത്തി കൊണ്ട് ഒരു വെട്ടും വെട്ടി. നിലത്ത് മുട്ടുകുത്തി വീണ അവന്റെ ചെകിടത്ത് ഒരടി കൂടി കൊടുത്തിട്ട് അവൻ മുടിക്ക് കുത്തിപ്പിടിച്ചപ്പോൾ തെറിച്ചു വീണ തന്റെ ഹെയർ ക്ലിപ്പ് നിലത്ത് നിന്നും തിരികെയെടുത്ത് മുടി കെട്ടിവെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവൾ കോളേജിന്റെ ദിശയിലേക്ക് നടന്നുപോയി. പോകുന്ന വഴിക്ക് വെട്രിയും റാമിനെയും ഒന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്തു. വെട്രി കണ്ണുമിഴിച്ച് റാമിനെ നോക്കി. അവളുടെ പ്രകടനം കണ്ട് റാമിന്റെ വായ തുറന്നു പോയിരുന്നു. നീ എന്ന് തിരിച്ചടിക്കാതിരുന്നത് എന്തുകൊണ്ട് നന്നായി മച്ച, വെട്രി ആശ്വാസത്തോടെ പറഞ്ഞു. ആനന്ദി പോയതും റാമും വെട്രിയും കൂടി കാർത്തിക്കിനരികിലേക്ക് ഓടിച്ചെന്നു. അവൻ റോഡിൽ നിലത്തേക്ക് കമിഴ്ന്നിരിക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് അവനെ പിടിച്ചുപൊക്കി സമീപത്തെ മയിൽക്കുറ്റിയിൽ കൊണ്ടുപോയിരുത്തി. അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് കാർത്തികിന് നടക്കാൻ സാധിച്ചത്. പക്ഷെ അവന്റെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കാൻ കഴിയാത്തവണ്ണം കഴുത്ത് ഉളുക്കിപ്പോയിരുന്നു. കാർത്തിക് അവിടെ ഇരുന്ന് തന്നെ അവന്റെ കൂട്ടുകാർ ആരെയോ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് അയാൾക്കൊപ്പം ഒരു വിധത്തിൽ ബൈക്കിൽ കയറിപ്പോയി. വെട്രിയും റാമും കോളേജിലേക്ക് തിരികെ എത്തി ക്ലാസ്സിലേക്കുള്ള പടികൾ കയറുമ്പോൾ റിസപ്ഷനിലിരിക്കുന്ന ആനന്ദിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ക്ലാസ്സിലെ ഭൂരിഭാഗം പേരും ഷൂട്ട് ചെയ്ത് തങ്ങളുടെ വർക്കുകൾ എഡിറ്റ് ചെയ്യാനും മറ്റുമായി വീഡിയോ എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിരുന്നു. റാമും വെട്രിയും അവിടേക്ക് ചെല്ലുമ്പോൾ ഓരോ കമ്പ്യൂട്ടറിനരികിലും അവർക്ക് പിറകെ ഷൂട്ട് ചെയ്തവർ വരെ എഡിറ്റ് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുകയായിരുന്നു. രേഷ്മിയും അവളുടെ വർക്ക് എഡിറ്റ് ചെയ്യിപ്പിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. വെട്രിയെയും റാമിനെയും കണ്ടപ്പോൾ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ഡാൻസ് അക്കാഡമിയിലെ പെൺപിള്ളേരെ വെച്ച് വർക്ക് ചെയ്ത ദേഷ്യമാണ് അവൾക്കെന്ന് അവരിരുവർക്കും പിടികിട്ടി. ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ ലാപ്പിൽ തന്നെ എഡിറ്റ് ചെയ്തോളാമടാ, അവിടുത്തെ തിക്കും തിരക്കും കണ്ട് വെട്രി പറഞ്ഞു. നിനക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അറിയാമോ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, നീ വരുന്നുണ്ടോ? വേണോ നിനക്കും എഡിറ്റ് ചെയ്ത് തരാം. എൻ്റെ പൊന്നെണ്ണ, നമ്മളില്ലേ, ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്ത് പതിയെ വീട്ടിൽ പോയിക്കോളാം. അങ്ങനെ ക്യാമറയിൽ നിന്ന് വീഡിയോ ഫയലുകൾ തൻ്റെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിട്ട് വെട്രി വീട്ടിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 5 മണി കഴിഞ്ഞിരുന്നു. റാമിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഒരു ട്രെയിൻ പുറപ്പെടാനായി നിൽപ്പുണ്ടായിരുന്നു. കുറേ ആളുകൾക്കൊപ്പം അവനും കമ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറി. ഒരു വിധത്തിൽ തിക്കിയും തിരക്കിയും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ഗിണ്ടിയിലിറങ്ങി. ആളുകളുടെ ഒഴുക്കിനൊപ്പം മേൽപ്പാലത്തിന്റെ പടികൾ കയറാൻ തുടങ്ങുമ്പോഴാണ് അവന് ശല്യം ചെയ്യാറുള്ള ഹിജഡ അവരുടെ കൂട്ടുകാരുമൊത്ത് റാം പേരെതിയിട്ട് സിമന്റ് ബെഞ്ചിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. ഒരു നിമിഷം എന്തോ ചിന്തിച്ച ശേഷം അവൻ അങ്ങോട്ടേക്ക് നടന്നു.
യേശു, അവൻ അവളെ ലക്ഷ്യം വെച്ച് വിളിച്ചു. കൈവരിയിലും നിലത്തുമൊക്കെയായി അതുപോലുള്ള 13 ഹിജടകൾ ഇരിപ്പുണ്ടായിരുന്നു. കാണാൻ തെറ്റില്ലാത്ത ഒരു താടിക്കാരൻ പയ്യൻ വിളിക്കുന്നത് കേട്ട് അവർ 13 പേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അതിൽ ഒരാളുടെ മുഖമൊഴികെ ബാക്കി എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി പടർന്നു. എന്നോട് കണ്ണ, അത് നല്ല തടിച്ച ശരീരമുള്ള ഒരു ഹിജട വശ്യമായ രീതിയിൽ ചോദിച്ചു. ഞാൻ ആ ആളെയാ വിളിച്ചത്. റാം അവന് പരിചയമുള്ള ഹിജടയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. എടി മല്ലി, നിന്നെ അവന് വേണ്ടത്. തടിച്ച ഹിജട കളിയാക്കുന്ന തരത്തിൽ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിച്ചു.